മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പിൽ MP ലോകസഭയിൽ നടത്തിയ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഉണ്ട്. അത് സാധാരണ ഒരു കവല പ്രസംഗമല്ല. പ്രവാസികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സംഭാഷണം മുഴുവനായും. പ്രവാസികൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തണമല്ലോ. അല്ലാതെ പ്രവാസി കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനായി ഈ പ്രവാസ ലോകത്ത് ഉന്നതി നിൽക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള പൗരപ്രമുഖരെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് പരിപാടികൾ നടത്തി മുഖ്യമന്ത്രിയെ കാണാൻ വന്ന പ്രവാസികളെ പുറത്തു നിർത്തുന്ന, എന്നിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ജനസാഗരമെന്ന് പറയാൻ മടി കാണിക്കാത്ത ടീമുകൾ ഇതൊന്ന് കേൾക്കണം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇൻഡിഗോ എന്ന വിമാന കമ്പനി നടത്തുന്ന പ്രശ്നങ്ങൾ കാരണം പ്രവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും അഡ്രസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് ഇതിനു മുൻപും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അദ്ദേഹം അക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. അതിൽ പ്രവാസികൾക്ക് വലിയ സന്തോഷമുണ്ട്. അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പ്രവാസികളും ഒരുമിച്ച് അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചും അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാനെങ്കിലും ആ വിഷയത്തെ ലോക ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനെങ്കിലും ഒരു ധൈര്യം കാണിച്ചല്ലോ. അതിന് ഷാഫി പറമ്പിലിന് ഒരു കയ്യടി. എന്തായാലും ഇതിനു മുൻപും ഷാഫി പറമ്പിൽ സമാനമായ രീതിയിൽ രാജ്യസഭയിൽ അടക്കമുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അന്ന് നടത്തിയ, അതായത് കഴിഞ്ഞ ദിവസം ഓം ബിർളയുടെ മുന്നിൽ നടത്തിയ ലോകസഭയിൽ നടത്തിയ ആ ഒരു സ്പീച്ചാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. ഷാഫി പറമ്പിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം. പാർലമെന്റിലാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ ആകാശത്തെത്തുമ്പോഴും നിയന്ത്രണ സംവിധാനങ്ങൾ പാതാളത്തിലാണ്. പാർലമെന്റിൽ നമ്മൾ അവതരിപ്പിച്ച പ്രൈവറ്റ് മെമ്പർ ബില്ല് ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് വരുമ്പോൾ മാർക്കറ്റ് ഫ്ലോട്ടേഷൻ എന്ന ഓമന പേരിൽ പ്രവാസികളെ സീസണിലായി കൊള്ളയടിക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല ഇതെന്ന് നിലവിലെ ഇൻഡിഗോ പ്രതിസന്ധി കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇതിനൊരു നിയന്ത്രണം ഉണ്ടായേ തീരൂ എന്ന് അംഗങ്ങൾ പറയാൻ ആരംഭിച്ചിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണ സമയം പോലെ തീവെട്ടിക്കൊള്ളയ്ക്ക് അവസരമൊരുക്കുന്ന ചൂഷണത്തിൽ നിന്ന് പൗരന്മാർക്ക് ഒരു സംരക്ഷണ സംവിധാനം വേണം. വർഷങ്ങളായി ഈ സംഘടിത കൊള്ളയ്ക്ക് ഇരയാക്കേണ്ടി വരുന്ന പ്രവാസികൾക്ക് മോചനം വേണം. നിരക്ക് വർധനവിന് അപ്പർ ലിമിറ്റ് വെക്കേണ്ടത് അനിവാര്യമാണ്. പ്രമേയത്തിൽ ഇന്ന് 3:30 മുതൽ ചർച്ച പുനരാരംഭിക്കും. ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് കരുതിയല്ല പ്രമേയം കൊണ്ടുവന്നത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഷാഫി നിങ്ങൾ. കാരണം ഷാഫിയെ പോലെയൊക്കെയുള്ള ഒരു നേതാവ് അത് ശ്രമം തുടരുമ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും, അതായത് ഒരു 2 വർഷം കഴിയുമ്പോഴെങ്കിലും ഒരു ശുഭ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഒരു പക്ഷേ ശക്തമായ നിലപാടുകൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷെ വളരെ നേരത്തെ തന്നെ നമുക്ക് അതിന്റെ ഫലം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതിൽ പ്രവാസികൾക്കുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അതായത് പ്രവാസികൾക്ക് വേണ്ടി നിരന്തരം പാർലമെന്റിൽ ശബ്ദിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന്. അഭിനന്ദനം. പ്രിയപ്പെട്ട ഷാഫി, പാർലമെന്റിൽ നമ്മുടെ റെയിൽവേ സംവിധാനം കൂടി ഒന്ന് റെഡിയാക്കാൻ പറയണേ. 1ഉം 2ഉം അതിൽ കൂടുതലും മാസങ്ങളിൽ റിസർവേഷൻ ചെയ്ത കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡൽഹിയിൽ നിന്നും കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരം വരെ എത്തണം എങ്കിൽ സമാധാനത്തോടുകൂടി മനസമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും AC ബുക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ. ടിക്കറ്റ് ഇല്ലാതെയും ഒരു ടിക്കറ്റിൽ 3 പേരും ഒക്കെയാണ്. എവിടെ നിന്ന് വന്നവർ ആണെന്നോ ഇന്ത്യക്കാർ തന്നെയാണെന്നോ സംശയം തോന്നുന്നു. ഈ നോർത്ത് സൈഡ് TC-മാർ വന്ന് അവർക്ക് ഫൈൻ അടിക്കും. പക്ഷെ അവർ അവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ സീറ്റിനടുത്താണ് വന്ന് കിടക്കുക. രാത്രിയിൽ മനസമാധാനം ഇല്ലാതെയാണ് യാത്ര ചെയ്യാൻ പറ്റിയത്. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് എന്തെങ്കിലും നല്ല നടപടികൾ കൊണ്ടുവരാൻ ഷാഫി ഒന്ന് ശ്രമിക്കൂ എന്ന് ഒരു വ്യക്തി പറയുകയാണ്. അപ്പോൾ ഷാഫി അതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം എടുത്ത ഒരു നിലപാട്, അതായത് ഈ ഒരു പാർലമെന്റിൽ അദ്ദേഹം എടുത്ത നിലപാട്, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം അതൊന്നുമല്ല, ആദ്യം പാർലമെന്റിലെ ഒരു പ്രസംഗം തുടങ്ങിയപ്പോൾ അധ്യക്ഷനായിരുന്നത് ശൈലജയായിരുന്നു. എന്നാൽ പിന്നീട് ആ പ്രസംഗം തുടങ്ങി, അതായത് ഈ പാർലമെന്റിലെ ചർച്ച ആരംഭിച്ച ഷാഫിയുടെ അവതരണം തുടങ്ങി പകുതി ആയപ്പോഴേക്കുമാണ് ഓം ബിർള വരുന്നത്. ഓം ബിർള വരുമ്പോൾ ആദ്യം ഒന്ന് ബഹളം വെക്കുന്നുണ്ട്, മതി നിർത്തൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് താങ്ക് യു ചെയർ, ബഹുമാനപ്പെട്ട ചെയറിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് നന്ദി എന്ന് പറയുന്നു. തനിക്ക് ഈ ഒരു അവസരം തന്നതിൽ നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇതെന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവിടെ ലോകസഭയിൽ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ വിഷയം അവതരിപ്പിച്ചു. കൃത്യമായി നിങ്ങൾ പറഞ്ഞു, പറയേണ്ടിടത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് കൃത്യമായ നടപടി സ്വീകരിക്കണം. ഇത് ഒരു വ്യക്തിക്കല്ല, ഒന്നിലധികം നമ്മുടെ രാജ്യത്ത് തന്നെ കൃത്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ മേലുള്ള നടപടികൾ
വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും, ശ്രദ്ധയിൽപ്പെടുത്തും, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കൃത്യമായി തന്നെ ചെയർ പറയുന്നു. അവിടെയാണ് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്ക് കയ്യടി കൊടുക്കേണ്ടത്. രാഷ്ട്രീയമെന്നോ രാഷ്ട്രീയ പാർട്ടി എന്നേ ഷാഫി പറമ്പിലെ പോലെയുള്ള വ്യക്തികൾ വരേണ്ടതുണ്ട്. അത് തന്നെയാണ് നമുക്ക് ആവശ്യവും. അതായത് നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും പറയാൻ സധൈര്യം മുന്നോട്ട് വരണം. അല്ലാതെ വായ്ത്താളം മാത്രം അടിച്ചു പോകലല്ല. അതായത് ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല ലൈംഗിക ആരോപണ കേസുകളിലും സ്വർണ്ണക്കൊള്ളയിലും ഒക്കെ തന്നെ ഈ നമ്മുടെ കണ്ണ് ശ്രദ്ധിക്കുമ്പോൾ അതിനിടയിലൂടെ നടക്കുന്ന പല കൊള്ളത്തരങ്ങൾ ആലോചിക്കുക. ഈ സ്വർണ്ണക്കൊള്ള നടക്കാൻ തുടങ്ങിയത് തന്നെ എപ്പോഴാണ്? നമ്മുടെ കണ്ണിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ സെൻസേഷൻ ആയിട്ടുള്ള മറ്റൊരു വിഷയം എടുത്തിട്ട് തരുന്നു, യുവതീ പ്രവേശനം. ആ വിഷയം അങ്ങനെ കത്തിക്കയറുമ്പോൾ അതിന്റെ പിന്നാലെയാണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള അടിച്ചു മാറ്റാനുള്ള, സ്വർണ്ണക്കൊള്ള നടത്താൻ തുടങ്ങിയത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. അതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല വിഷയങ്ങളും നമ്മൾ അതായത് ലോകസഭയിൽ കൊണ്ടെത്തിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് എത്തിച്ച് സംസാരിക്കേണ്ട, അല്ലാതെ വാഴകളെ പോലെ നട്ടിലിൽ വാഴപ്പിണ്ടി കെട്ടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഷാഫിയെ പോലെയുള്ള സങ്കുറ്റമുള്ള എംപിമാർ വരട്ടെ. വെറുതെ എംപി ഫണ്ടും തട്ടി ഡൽഹിയിൽ പോയി ഷാപ്പാടുമായി തിരിച്ചു അല്ലാതാകട്ടെ എംപിമാർ എന്നുകൂടി ഷാഫി കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഷാഫിയുടെ ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. I don't know why you are disturbed about it. Sir, I must say, sir, that arrogance must be grounded. That arrogance of exploiting the crisis must be grounded. Sir, why I was forced to bring this as a private member resolution? Sir, I am coming from Vadagara. My constituency is Vadagara in Kerala. Sir, there are so many migrant laborers who work abroad. They work for two years a stretch, and when they try to come back home during the vacation, the charges are not just once, twice, thrice. It goes skyrocketing, sir. When the fares are sky high, our regulation hits the rock bottom. That is the major issue. So, sir, whatever mentioned, sir, speaker is not allowing me to speak much. Sir, whatever suggestions, whatever actions you have initiated. माननीय सदस्य, ऑनरेबल मेंबर, आपको किसने बोलने की इजाजत नहीं दी? नहीं, आप ये बोल रहे हो मुझे बोलने की इजाजत नहीं दी। Sir, I am talking right now. बोलिए, आप बोलिए, जितना बोलिए। ये बोल रहा। Sir, in light of one of the worst operational crisis, I kindly request Honorable Minister to ensure that there is a capping for sectors, or at least for kilometer wise. There must be an upper limit. Otherwise, this won't stop. Because we will involve only in extraordinary situation, and they will make use of that, and they will continuously. ये बात तो सही कह रहे हैं माननीय सदस्य। And second thing, as Honorable Speaker, when I presented initially also, Honorable Speaker directed the Minister to have meetings of the stakeholders. I thank you for the meetings that you held. But, sir, as stakeholders, no organizations from the community or from Indian associations over there, they were not invited. They are the most important stakeholders because they suffer this. We have to hear them patiently. Those people who suffer this, they must be given a patient hearing. And, sir, the third thing. रूल 178 178। अच्छा, क्या 15 मिनट से ज्यादा वो बोल नहीं सकते सर। यदि आप इजाजत देंगे तभी वो ज्यादा बोलेंगे। इजाजत मैंने दी है उनको। मैंने इजाजत दी है। And sir, about the third point, and about the sir, आप डिस्टर्बेंस मत करो इनको। Sir, and about the third point, about the tariff monitoring units. Sir, about the tariff monitoring unit, you said that it's already in existence. It's already into play. Sir, how about having a quasi-judicial body which can overlook into these facts, these things, and which can monitor things which before the chaos happens?
Sir, there are so many issues, all other members, as the minister rightly informed, every member felt emotional about this issue because it is affecting a large number of people throughout the country. Millions of people are being affected. Sir, for every single thing, they charge 20,000 rupees for a ticket and they additionally ask for 1,500 for a seat also. Okay. Sir, one more point. One more point. The existing unit, the existing mechanism is not helping us to prevent the chaos. So my request to Honorable Minister is to establish and declare a cap, at least a higher limit on this specific things about sectors. Second thing, when you said the stakeholders thing, please ensure that our NRI community, their associations, we can go through the embassy itself. They are being heard. They are not heard. Please declare a meeting of themselves to countries respectively, if you have time or if you allot some time. And third thing, please, I kindly request to declare a quasi-judicial body to stop this looting, crisis exploitation for once and all. Thank you, Speaker Sir, for the opportunity. I'm a first-time member of this August House. आप पहली बार के सदस्य हो, लेकिन आपने बहुत अच्छे ढंग से विचार रखा. Sir, my constituents, there are so many migrant laborers who are suffering this. Address my किया people आपने. from Vadagara. Address किया. So for them and for now everybody has learned that this is not just a Pravasi issue. Everybody started feeling the heat. Okay. Those who are traveling inside also.